ഇനി ഉത്സവങ്ങളുടെ ആ ഒരു സീസണാണ്. ഇപ്പം നമ്മുടെ മലബാർ ഏരിയയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെയ്യം അങ്ങനെയുള്ള കാഴ്ചകളാണ് കൂടുതലും കാണാറുള്ളത്. പക്ഷെ തെക്കൻ ആ ഒരു കേരളത്തിലേക്ക് പോകുമ്പോഴേക്കും ആരവങ്ങളും ആഘോഷങ്ങളും കൂടാതെ ഒരുപാട് ചമയക്കെട്ടുകളും ഒക്കെയാണ് കൂടുതൽ വരാറ്. രോഹിത്തേട്ടൻ ആ ഒരു ഭാഗത്തുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓണാട്ടുകരയിലേക്ക് ഉത്സവം അതിവിശേഷം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മയൊക്കെ എങ്ങനെ? ഓർമ്മകളല്ല, ഓരോ ഉത്സവക്കാലവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മൾ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നില്ല, നമ്മൾ ഈ യൂട്യൂബർ ആയതിനു ശേഷം നമ്മൾ പ്രത്യേകിച്ച് അബാക് മീഡിയയൊക്കെ തുടങ്ങിയതിന് ശേഷം പല ക്ഷേത്രങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ കാണാനും കേൾക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ പണ്ട് ഞാൻ അവയർല ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണൂരിൽ കുറേ കാലം ഉണ്ടായിരുന്നു, പോയി വന്ന് നിന്നിട്ട് സമയത്ത്. അപ്പോൾ കണ്ണൂരിലെ തെയ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റോറികളൊക്കെ അന്നത്തെ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര അവർ ആ തെയ്യക്കോലങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബാക്ക് മീഡിയയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പെരുവണ്ണാമാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ഭാഗമായി കാവുകളിൽ നടക്കുന്ന തെയ്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് തെയ്യ കലാകാരന്മാർക്ക് ഒന്ന് ഉറഞ്ഞു തുള്ളാനോ ഒന്നും സാധിക്കാത്തൊരു കാരണമുണ്ട്. കാരണം മൊബൈൽ ക്യാമറകളുമായിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ ഒരു വലിയ അതിപ്രസരം ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. മധ്യ കേരളം അങ്ങ് വടക്കൻ കേരളം വിട്ട് കഴിഞ്ഞാൽ പാലക്കാടേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റ് ടൈപ്പിലുള്ള ആചാരങ്ങളായി മാറുന്നു. മധ്യ കേരളത്തിലേക്ക് തൃശ്ശൂർ എറണാകുളത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആചാരങ്ങൾക്ക് കൂടുതൽ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, അതുപോലെ ശീവേലി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ആചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആചാരപരമായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ആയിപ്പെട്ടൊക്കെ നടക്കുന്ന കലാപരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഉത്സവങ്ങളാണ്. എന്നാൽ എറണാകുളം വിട്ട് പിന്നെ ആലപ്പുഴ, കൊല്ലം ആ ഒരു മേഖലയിലേക്ക്, കോട്ടയം, തിരുവനന്തപുരം ആ മേഖലയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഉത്സവങ്ങളുടെ നിറവും കളറും ഒക്കെ അങ്ങ് മാറും. ഇപ്പം ഉത്സവങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴപ്പൂരവും ഒക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പൂരങ്ങൾ നമുക്കറിയാം. പൂരങ്ങളിൽ നിന്ന് ഉത്സവങ്ങളിലേക്ക് പോകണമെങ്കിൽ അങ്ങ് ഞാൻ പറയും ഓണാട്ടുകരയിലേക്കൊക്കെ പോകണം. ഓണാട്ടുകരയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കൂട്ടായ്മകളുടെ, അതായത് ഈ ഈ നെൽവയലുകളിൽ കൃഷി കഴിഞ്ഞ് ബാക്കി വരുന്ന വൈക്കോല് കൊണ്ട് ഭഗവാൻ ഇഷ്ടമുള്ള നന്ദികേശൻ്റെ രൂപങ്ങൾ, എടുപ്പുകാളകളും അല്ലെങ്കിൽ എടുപ്പ് കുതിരകളും ഒക്കെ കെട്ടി അത് ഭഗവാന് മുന്നിൽ ആറാടിക്കുന്ന ഒരു വലിയ സംസ്കാരം ഈ ഓണാട്ടുകരയും ഒക്കെയായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ കുംഭത്തിരുവാതിര കഴിഞ്ഞു, ഇത് കുംഭമാസമാണ്. കുംഭത്തിരുവാതിര എന്ന് പറയുന്നത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ പറയപ്പെടുന്ന വലിയ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന മാസമാണ്. അതിൽ ഏറ്റവും കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ണോടിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒരു കുട്ടി ഒരു കുഞ്ഞ് കെട്ടുകാള, അതായത് രണ്ട് കാളകളെ പിടിപ്പിച്ചൊരു കുഞ്ഞ് കെട്ടുകാളയുമായിട്ട് ഇങ്ങനെ വലിയ ഘോഷയാത്രയ്ക്ക് നടുവിൽ നിൽക്കുമ്പോൾ, ഓണാട്ടുകരയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ എഴുന്നള്ളുന്നത് ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ഒന്നുമല്ല. ഭഗവാൻ എഴുന്നള്ളത് ജീവതയിലാണ്. ജീവത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പല്ലക്കിൻ്റെ രൂപത്തിൽ ഭഗവാനെ ആവാഹിച്ച മൂലവിഗ്രഹം വെച്ച് രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അത് തോളിലേറ്റി ഓരോ കര കാണാൻ വരികയാണ്, അവർ ആഘോഷം കാണാൻ വരികയാണ്. അപ്പോൾ ഈ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി, പ്രധാനപ്പെട്ട ശിവഭഗവാനോ അല്ലെങ്കിൽ ഭഗവതിയോ ആണ് ഈ പറയപ്പെടുന്ന ഈ ഇതിൽ എഴുന്നള്ളുന്നത്, ജീവതയിൽ എഴുന്നള്ളുന്നത്. അപ്പോൾ ജീവതയിൽ എഴുന്നള്ളി കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി എടുക്കുന്ന ബ്രാഹ്മണന്മാരുടെ മുതുകത്ത് രണ്ട് മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വലിയ കായികാധ്വാനമുള്ള ഒരു ജോലിയാണ്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യില്ല. നമുക്ക് ഭഗവതി എഴുന്നള്ളി അല്ലെങ്കിൽ ഭഗവാൻ എഴുന്നള്ളി നമുക്ക് മുന്നിലേക്ക് വരുന്നു എന്നൊരു ഫീൽ കിട്ടും. ഭഗവാൻ ഇഷ്ടമുള്ളതൊന്ന് കണ്ടാൽ ജീവത അവിടെ നിൽക്കും. അവിടെ നിൽക്കുകയല്ല, അവിടെ നിന്നൊന്ന് ആടി അതിനോടുള്ള ഇഷ്ടം ഭയങ്കരമായി കൂടിയാൽ ഈ ജീവതയുടെ ആട്ടം കൂടും. ഒരുപക്ഷെ ഈ തിടമ്പ്, അതായത് ഈ ജീവതയ്ക്ക് മുന്നിൽ പിടിപ്പിച്ചിരിക്കുന്ന തലയെക്കെട്ട്, ഈ തിടമ്പ് നിലത്ത് മുട്ടത്തക്ക രീതിയിൽ ആടി വലയും. അത് ഭഗവാന്റെ സന്തോഷമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ കുട്ടി കുഞ്ഞു കെട്ടുകാഴ്ചയുമായ കുട്ടി നിൽക്കുമ്പോൾ ഈ ജീവത എഴുന്നള്ളി വന്നിട്ട് ഈ മുന്നിൽ നിൽക്കുന്ന ബ്രാഹ്മണൻ ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കയറ് കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അയാൾ ബ്രാഹ്മണൻ അത് ഭഗവതിയാണ് അല്ലെങ്കിൽ ഭഗവാനാണത് ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. ഈ കെട്ടുകാഴ്ച ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. ആ കുട്ടിക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളേക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഭഗവാൻ നേരിട്ടെത്തി അല്ലെങ്കിൽ ഭഗവതി നേരിട്ടെത്തി തൻ്റെ കെട്ടുകാഴ്ചയെ എഴുന്നള്ളി കണ്ടു പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പം അതിങ്ങനെ തിരിച്ച കയറ് കൊടുത്തു കഴിയുമ്പോൾ ആ ജീവത ഒന്ന് കുലുങ്ങുമ്പോൾ ആ ജീവതയിൽ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്ന പുഷ്പങ്ങളിൽ നിന്ന് ഒരു 3 പൂക്കൾ തനിയെ അടന്ന് ആ
കെട്ടുകാഴ്ചയുടെ ആ കുഞ്ഞ് കളിപ്പാട്ടത്തിൻ്റെ മുകളിലേക്ക് വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ പറയും. ഓണാട്ടുകരയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് പേരെടുത്ത് പറയേണ്ടതുണ്ട്. ചിലപ്പോൾ പേരുകൾ വിട്ടുപോകും. അതിൽ ചുറ്റുകുളങ്ങര അടക്കം പല ക്ഷേത്രങ്ങൾ. അവിടെ നിന്ന് ഓച്ചിറയിലേക്ക് പോയാൽ ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തിയാണ്. ഓച്ചിറയിലാണ് ഏറ്റവും വലിയ കെട്ടുത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന്. അതായത് ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ള കെട്ടുകാളകളൊക്കെ എഴുന്നള്ളിക്കുന്നത് അവിടെയാണ്. അത് 4-5 ക്രെയിൻ ചേർന്നൊക്കെ വലിച്ചിട്ടാണ് ഈ കെട്ടു കാഴ്ചകൾ പരബ്രഹ്മത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓച്ചിറയുടെ പ്രത്യേകത അവിടെ ക്ഷേത്രമില്ല, ശ്രീകോവിലില്ല. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓർച്ചിറയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടുകാഴ്ചകൾ അവിടേക്ക് എത്തുന്ന കാലഭൈരവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ടിട്ട് ഭഗവാന്റെ ഇഷ്ടവിഗ്രഹമായ നന്ദികേശന്റെ കെട്ടുത്സവങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വലിയ വാശിയും എന്നാൽ ഭക്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഉത്സവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കുമരഞ്ചിറയാണ്. കുമരഞ്ചിറ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥലമാണ്, ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ കുമരഞ്ചിറ. ഈ കുമരഞ്ചിറ ക്ഷേത്രം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടന്നത് ഈ കുമരഞ്ചിറ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. കുമരഞ്ചിറ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്. ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്താണ് ഈ ക്ഷേത്രത്തിൽ. മുന്നിൽ ഭയങ്കര ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലുമല്ല, അതിൻ്റെ ബാക്കിലേക്കുള്ള നിലങ്ങൾ, അതായത് കൊയ്ത്ത് നടക്കുന്ന നിലങ്ങൾ കൊയ്ത്ത് കഴിയുമ്പോൾ ഉത്സവത്തിന് വേണ്ടി ഒരുക്കും. ആയിരക്കണക്കിന് ഘോഷയാത്രകളാണ് അവിടേക്ക് വരുന്നത്. ഈ കരകളുടെയൊക്കെ പല കരകളിൽ നിന്നും പല ആളുകളൊക്കെ ആയിട്ട്. ഇനി കൊല്ലത്തേക്ക് വരുമ്പോഴാണ് കൊല്ലത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫ്ലോട്ട്, നിശ്ചല ദൃശ്യങ്ങളെന്നാണ് പറയുന്നതെങ്കിലും ഇന്ന് ഹൈഡ്രോളിക് ഫ്ലോട്ടുകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഫ്ലോട്ടുകളാണ് ഈ ചുരുക്കം. അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് ഈ ഫ്ലോട്ടുകൾ പോകും. ഇപ്പോൾ മത്സരമാണ്, 100 അടി പൊക്കത്തിലൊക്കെ എഴുന്നേൽക്കുന്ന ഹനുമാനും ശിവനും ശിവതാണ്ഡവവും. അങ്ങനെ ഹൈഡ്രോളിക്കിൻ്റെ ഒരു വിസ്മയം തന്നെ തീർക്കുകയാണ്, ലൈറ്റും സൗണ്ടും ഒക്കെ വെച്ചിട്ട്. ഈ കലാകാരന്മാർ കൂടുതൽ അഞ്ചാലമൂട് കൊല്ലം മേഖലയിൽ ഇത്തരം കെട്ടുത്സവങ്ങൾ അണിയിച്ചൊരുക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഒരുപാട്, അത് ടെമ്പോ ലോറികളിലൊക്കെ ഇതിനെയൊക്കെ കൊണ്ടുവന്ന ഹൈഡ്രോളിക്കിൽ പൊക്കി വിസ്മയം തീർത്തിട്ട് പോകുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫ്ലോട്ടുകളും കെട്ടുകുതിരകൾ, നെടുംകുതിരകൾ ഒക്കെ അവിടേക്ക് എഴുന്നള്ളി വരുന്ന കാഴ്ച ഈ തെക്കൻ കേരളത്തിലെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ്. പിന്നെ ഈ കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കൊല്ലത്ത് അറിയിച്ചിട്ട് ടെററാണ്, കൊല്ലത്ത് അടിയടക്കം. ശരിയാണ്, ഉത്സവങ്ങളിലൊക്കെ വരുമ്പോൾ വലിയ വാശിയും വൈരാഗ്യവും ഉത്സവപ്പറമ്പിന്റെ തല്ലും ഒന്നും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്താ പറയാ, എല്ലാ ജാതിക്കാരും ഉണ്ടാവും, എല്ലാ അവിടെ മതവും ജാതിയും ഒന്നുമില്ല, മതവും ജാതിയും ഒന്നുമില്ല. ഇപ്പൊ എന്റെ സ്ഥലം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് മേലിലാണ്. ഇപ്പോൾ കുംഭമാസത്തിലെ ഉത്രമാണ് ഞങ്ങളുടെ ഉത്സവം. അപ്പം സപ്താഹം ആരംഭിച്ചു, മേല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സപ്താഹം ആരംഭിച്ചു. 8 വർഷക്കാലം ഞാനൊക്കെ അവിടുത്തെ ഉപദേശ സമിതി മെമ്പറായിട്ട്, പുതിയ സമിതിയുടെ നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ സപ്താഹം നടക്കുകയാണ്. ഞങ്ങളുടെ സമിതി ഇരുന്ന സമയത്ത് 3 തവണ സപ്താഹം നടത്തി അവസാനിപ്പിച്ചു. സപ്താഹത്തിന് ശേഷം 4 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ കുംഭമാസത്തിലെ ഉത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീധർമ്മശാസ്താവിന്റെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നതെങ്കിലും അവിടുത്തെ മൂലപ്രതിഷ്ഠ ദുർഗാ ഭഗവതിയാണ്, വനദുർഗയാണ്. അവിടെ ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രമാണ്. അതായത് അത്യപൂർവമായി നടക്കുന്ന, തെക്കൻ കേരളത്തിൽ അത്യപൂർവമായി മാത്രം നടക്കുന്ന ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദാരിക വധത്തിന് ശേഷം ഭദ്രകാളി ദാരികനെ വധിക്കാൻ വേണ്ടി വരുന്നു. ദാരികന് ഒരു സ്ത്രീയാൽ മാത്രമേ കൊല്ലപ്പെടാവൂ എന്ന് ബ്രഹ്മദേവന്റെ വരം കിട്ടിയിട്ടുണ്ട്. ഈ ദാരികൻ രാത്രിയിൽ മാത്രമാണ് ദാരികൻ പുറത്തിറങ്ങി യുദ്ധം ചെയ്യുള്ളൂ. സൂര്യപ്രകാശത്തിൽ ദാരികൻ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ദാരികൻ എന്ന അസുരനെ കൊല്ലണം. അങ്ങനെ ഭദ്രകാളി ജനിക്കുകയാണ്. അപ്പോൾ ഭദ്രകാളി ക്രോധം കൊണ്ട് തൻ്റെ മുടി അഴിച്ച് സൂര്യനെ മറയ്ക്കുകയാണ്. അപ്പം ദേവിയുടെ മുടിയാണ്, ദേവിയുടെ മുടി കൊണ്ട് സൂര്യനെ മറയ്ക്കുന്നു. അപ്പോൾ രാത്രി ആയി എന്ന് വിചാരിച്ച് മായായുദ്ധത്തിന് വേണ്ടി ദാരികൻ പുറത്തേക്ക് വരികയും ഭദ്രകാളി വധിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ദാരികനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ദാരികൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് അത്രയ്ക്ക് ക്രോധാകുലയായിട്ടാണ് ദേവി നിൽക്കുന്നത്. ശിവഭഗവാന്റെ കോപാഗ്നിയിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഭദ്രകാളി. അപ്പോൾ ഭദ്രകാളിയുടെ ജന്മമാണ് അവിടെ. ഒരുപാട് കരങ്ങളും ശിരസ്സും, ഈ പറയപ്പെടുന്ന ദേഹത്ത് മുഴുവൻ കൈകളും, അസ്ഥികൂടം കൊണ്ടുള്ള മാലയും പുലിത്തോല് കൊണ്ടുള്ള ഉടയാടയും ഒക്കെ ആയിട്ടാണ് ഭദ്രകാളി ഈ ചോര പുരണ്ട നാക്കും പുറത്തിട്ട് ആയുധവും പിടിച്ചു നിൽക്കുന്ന ഭദ്രകാളി ക്രോധാഗ്നിയിൽ ഇങ്ങനെ ജലിക്കുകയാണ്. ഈ ക്രോധം അടങ്ങുന്നില്ല. ദാരികനെ കൊന്നതിന് ശേഷവും ഭദ്രകാളിയുടെ ക്രോധം അടങ്ങുന്നില്ല. അപ്പോൾ വേറെ രക്ഷയില്ല. ജീവജാലങ്ങൾ മുഴുവൻ ഈ ക്രോധാഗ്നിയിൽ വെന്തുരുകയാണ്. എല്ലാവരും കൂടി ശിവനോട് പറയും, ഭഗവാനെ അങ്ങേ മാത്രമേ ഉള്ളൂ തുണ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം, ഇത് ശമിക്കണം. ഇത് ഭദ്രകാളിയെ ജനിപ്പിച്ചത് ദുഷ്ടനെ കൊല്ലാനാണ്. പക്ഷെ ഭദ്രകാളിയുടെ ക്രോധാഗ്നി ദഹിപ്പിച്ചില്ലെങ്കിൽ വലിയ പാടാണ്. അപ്പം ശിവഭഗവാൻ എന്ത് ചെയ്യും? ശിവഭഗവാൻ അവിടെ വരും. ഒന്നും ചെയ്യാനില്ല, സ്വന്തം അച്ഛനാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ക്രോധത്തിൽ നിൽക്കുകയാണ് ഭദ്രകാളി. ശിവഭഗവാൻ ഈ ഭദ്രകാളി നടന്നു വരുമ്പോൾ അതിന് കുറുകെ കയറി കിടക്കുമ്പോൾ ഭദ്രകാളി കാലെടുത്ത് ശിവഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടും. അപ്പോൾ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാവും, ഞാൻ ചവിട്ടിയത് ആരെയാണ്? എൻ്റെ പിതാവിനെയാണ്.
അതോടുകൂടി ശാന്തരൂപിണിയായി മാറുകയാണ് ഭദ്രകാളി. ഈ ശാന്തരൂപിണി ആയതിനു ശേഷം കാണുന്ന എൻ്റെ കോപാഗ്നിയിൽ നശിച്ച ഈ പ്രപഞ്ചത്തിലെ ജീവജന്തുജാലങ്ങളെ കണ്ടിട്ട് 9 ഭാവങ്ങളായി മാറി 9 ഭാവങ്ങളായി 9 ദിക്കിലേക്ക് ഭദ്രകാളി യാത്രയാവുകയാണ്. അത്തരത്തിൽ പോയ 9 ഭാവങ്ങളിൽ ഒന്ന് മേലിലയിൽ ശാന്തസ്വരൂപിയായി കുടികൊള്ളുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹ്യം. അപ്പം അവിടെ തിരുമുടിയാണ്, അതായത് ഭദ്രകാളി ദാരികനെ കൊല്ലാൻ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ തിരുമുടിയാണ്. അപ്പോൾ മേലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ, ഇപ്പം നമ്മളവിടെ തന്നെ പട്ടാഴി, കടയ്ക്കൽ തുടങ്ങി ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ തിരുമുടി എഴുന്നള്ളത്ത് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ വെള്ളായണിയിലൊക്കെ. പക്ഷെ മേലിലെ തിരുമുടിയുടെ പ്രത്യേകത ഏത് ആംഗിൾ ഇപ്പം ചിത്ര ഭഗവതിയെ കാണാൻ പോവുകയാണ്. ചിത്രയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ചിത്ര വലിയ സന്തോഷത്തിലാണ് ഭഗവതിയെ കാണുക. അപ്പോൾ അവിടെ ചെന്ന് കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ചിത്ര കണ്ണു തുറക്കുമ്പോൾ നല്ല നല്ല നിറപുഞ്ചിരിയോടെ ഭഗവതി നമുക്ക് നേരെ നോക്കി ചിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ തിരുമുടി നമ്മളെ നോക്കി ചിരിക്കും. ചിത്രയുടെ മനസ്സിൽ സങ്കടമാണെന്ന് വെച്ചു. ആ വിഷമത്തോടു കൂടി ചിത്ര അവിടെ ചെന്ന് നിന്ന് തൊഴുമ്പോൾ ഭഗവതിയുടെ മുഖത്തും ആ സങ്കടം കാണാൻ പറ്റും. സീരിയസ്ലി ആ ചിരി ഉണ്ടാവില്ല, ആ സങ്കടം ചിത്രയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി വലിയ ദേഷ്യത്തിലാണ് ഞാൻ പോകുന്നത്, എനിക്ക് ഭയങ്കര ടെററായിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഭഗവതി കാക്കണേ, രക്ഷിക്കണേ. നമ്മൾ കണ്ണുറക്കുമ്പം രുദ്രമൂർത്തിയായി അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരൊറ്റ ശില്പത്തിൽ, അല്ല ശില്പമല്ല, ഒരു ഒറ്റ തിരുമുടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ മുഖത്ത് താങ്കളുടെ മനസ്സിനനുസരിച്ച് ഭാവങ്ങൾ ദർശിക്കും. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല കേട്ടോ, കുറേ പേരുടെ അനുഭവമാണ്. ഈ ശാന്തസ്വരൂപിണിയായ അമ്മ ഈ കുംഭമാസത്തിലെ ഉത്തരനാളിൽ രാത്രി 2 മണിയോടുകൂടി പുറത്തെഴുന്നള്ളും. ഇത് പുറത്തെഴുന്നള്ളുമ്പോൾ ഗുണം, പ്രത്യേകത, ഈ വർഷത്തിൽ 365 ദിവസവും അവിടുത്തെ ഭക്തജനങ്ങൾ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന അതേ തിരുമുടിയാണ് പുറത്തെഴുന്നള്ളിക്കുന്നത്. അപ്പൊ അമ്മയെ അടുത്ത് കാണാനുള്ള, അപ്പം മറ്റേതെവിടെയാണ് ചാവടിയും കഴിഞ്ഞ് ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുകയാണ്, ദൂരെ നിന്ന് മാത്രമാണ് നമുക്ക് തൊഴാൻ പറ്റും. അപ്പോൾ ഘടക സമുദായക്കാരാണ് അവിടുത്തെ പൂജാവിധികൾ നടത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രതിവേട്ടനാണ് ഇപ്പോഴത്തെ അവിടുത്തെ പൂജാരി. നമുക്കൊക്കെ ഏറ്റവും അടുത്ത ആത്മബന്ധമുള്ള പ്രതിവേട്ടനാണ്. അപ്പോൾ പ്രതിവേട്ടനാണ് ഈ മുടി എഴുന്നള്ളിക്കുക. അപ്പോൾ നമ്മൾ രാത്രി ഒരു 11 മണി വരെയൊക്കെ ഈ ക്ഷേത്രത്തിലെ പരിപാടിയൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിവേട്ടൻ അവിടെ ഉണ്ടാവും. നമ്മൾ കാര്യമൊക്കെ പറയും. പുള്ളി 40 ദിവസ വ്രതത്തിലൊക്കെ ആയിരിക്കും. പുള്ളി മീശയൊക്കെ വെച്ചിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു മണിയോടുകൂടി ഇദ്ദേഹം വീട്ടിൽ പോയിട്ട്, തൊട്ടപ്പുറത്താണ് വീട്, വരും. വന്നു കഴിയുമ്പോൾ പുള്ളി ക്ലീൻ ഷേവ് ചെയ്തിട്ടൊക്കെ വരും. സോ പ്രതിവേട്ടൻ വന്നു പോയി. ഇദ്ദേഹം അകത്ത് പോയിട്ട് ചായം പൂശും. ഈ ചായം പൂശുക എന്ന് പറയുമ്പോൾ ഈ ഭദ്രകാളിയുടെ മുഖത്ത് പച്ചയാണ്, പച്ച കളർ. ഈ പച്ച കളർ മുഖത്തണിഞ്ഞ് 2 ഉണ്ട കണ്ണുകൾ തോന്നിക്കുന്നത്, അതിലൂടെ ചെറിയ രീതിയിലേ കാണാൻ പറ്റുള്ളൂ. ഇതണിഞ്ഞ് ത്രംഷ്ട വെച്ച് പട്ടുപാവാട എടുത്ത് തലയിൽ മുടി ഇരിക്കാൻ തക്കോണം തുണി വെച്ച് കെട്ടി ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭഗവതിയെ വണങ്ങി മുലക്കച്ചേണി, അല്ല ഈ പറയപ്പെടുന്ന മുലക്കച്ചയും തടി കൊണ്ട് തീർത്ത മുലക്കച്ചയും കാലിൽ അണിയാനുള്ള ചിലമ്പും പുറത്ത് തൃപ്പടിയിൽ വെച്ചിരിക്കും. ഇദ്ദേഹം പുറത്തിറങ്ങി മുലക്കച്ച അണിഞ്ഞ് ഈ ചിലമ്പെടുത്ത് കുലുക്കും. അപ്പോൾ രാത്രി 2 മണിയാണ്. നാദസ്വര കച്ചേരിയുടെ മാത്രം അകമ്പടിയുള്ളൂ. ഈ സമയത്ത് നാഗസ്വരം അവസാനിക്കും. എനിക്കൊന്ന് കേണ്ടി എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ മഹാനായ നാഗസ്വര വിദ്വാൻ വെട്ടിക്കോല KN ശശികുമാറാണ് അവിടെ ഈ നാഗസ്വര കച്ചേരി അവതരിപ്പിക്കുക. അത് മുടക്കില്ല അദ്ദേഹം. ഒരിക്കൽ എന്തോ മുടക്കിയതിലുണ്ട് അദ്ദേഹത്തിന് എന്തോ സങ്കടം ഉണ്ടായി. അതുകൊണ്ട് ഇനി എന്തായാലും സ്പോൺസർ പരിപാടിയാണ് എങ്കിൽ പോലും അദ്ദേഹം ആ ദിവസം വരാൻ കണ്ടിട്ട് കൊടുക്കില്ല. അദ്ദേഹത്താണ് അപ്പോൾ ഈ മുടിയെ പുറത്തെടുക്കുന്നത് വരെ, വയലിലെത്തിക്കുന്നത് വരെ ദേവസ്വം ബോർഡുകാരാണ്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കച്ചേരിയാണ്. അപ്പോൾ ഈ ഫുൾ സൈലൻസ്, പിൻ ഡ്രോപ്പ് സൈലൻസ്. 2 മണി സമയം അവിടെ ദേവി എഴുന്നള്ളുന്നതിൻ്റെ സമയമാകുമ്പോൾ ഈ ചിലമ്പ് കുലുക്കും. 3 തവണ ചിലമ്പ് കുലുക്കി ഈ പറയപ്പെടുന്ന തിരുമുടി ഇവരുടെ കുടുംബാംഗങ്ങൾ എടുത്ത്, നല്ല ഭാരമുള്ള സംഭവമാണ്. ഒരു 5 അടി ഹൈറ്റിൽ, അത്രത്തോളം വീതിയിൽ. ഈ തിരുമുടി തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പ്രതിവേട്ടനാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പനും അപ്പനും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രതിവേട്ടനില്ല, പിന്നെ ഭഗവതിയാണ് അവിടെ. ആരായാലും അദ്ദേഹമില്ല, പിന്നെ ഭഗവതിയാണ്. ആ ഭഗവതി പുറത്തെഴുന്നള്ളി, ജനങ്ങളെ കാണാൻ എഴുന്നള്ളി ശ്രീകോവിലിന് 3 വലത്ത്. ആ 3 വലത്തെന്ന് പറഞ്ഞാൽ നേരെ വന്ന് വെട്ടിത്തിരിഞ്ഞ് വലത്ത് വെച്ച് വയലിലേക്ക് എഴുന്നള്ളുകയാണ്. അപ്പോൾ ഭക്തജനങ്ങളൊക്കെ ആർപ്പുവിളിയോടുകൂടി താലപ്പൊലിയും ആൾവിളക്കും ഒക്കെ ഏന്തി കാത്തു നിൽക്കുന്നു. താഴെ തൊട്ടപ്പുറത്ത് ഒരു 3 വലത്ത് കഴിഞ്ഞാൽ ഒരു 250 മീറ്റർ അപ്പുറത്തോട്ട് മാറ്റി 2 ആൽത്തറകളുണ്ട്. ഈ ആൽത്തറകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ സിനിമയിലൊക്കെ ആലുകളൊക്കെ ഉണ്ട്. അവിടേക്ക് ഇത് ഇറക്കിപ്പൂജ ചെയ്താൽ പിന്നെ വയലിലേക്കുള്ള പോക്കാം. വയലിലും 2 ഇറക്കിപ്പൂജ കഴിഞ്ഞാൽ
അവിടെ നാട് കണ്ടു, നാടിൻ്റെ പ്രകൃതി ആസ്വദിച്ചു. അപ്പം ദേവി ഞാൻ പറഞ്ഞല്ലോ 9 രൂപങ്ങളിൽ പലയിടത്തേക്ക് സഞ്ചരിച്ചപ്പോൾ മേലില ദേശത്ത് വന്നുവെന്നും മേലില ദേശത്തിൻ്റെ ആ സൗന്ദര്യം കണ്ട് വടക്കോട്ട്, അങ്ങനെ വടക്കോട്ട് ശ്രീകോവിലുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. വടക്കോട്ട് ദർശനമായി വയലേലകൾ നോക്കി ദേവി അവിടെ ഇരുന്നു. ഇതാണ് സങ്കല്പം. അപ്പോൾ ദേവി വയലിൽ പോയി അവിടെ പ്രകൃതി കണ്ടു, ഭക്തിജനങ്ങളെ കണ്ടു. അവിടെ ആഘോഷിച്ച് സന്തോഷത്തോടു കൂടി വീണ്ടും ക്ഷേത്രത്തിൻ്റെ മേലെ തിരുമുറ്റത്തിന് താഴെ ഒരു ഇടത്തിരുമുറ്റത്തേക്കുണ്ട്. അവിടെ ഓടിക്കയറി വരുമ്പോൾ പിന്നീട് അവിടെ പേച്ചാണ്. പേച്ചെന്ന് വെച്ചാൽ ഈ ദാരികവധത്തിൻ്റെ സങ്കല്പം. അപ്പോൾ മുടിയെഴുന്നള്ളത്ത് പല ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും അവിടെ ദാരികനും ഭദ്രകാളിയും ഉണ്ട്. ഇവിടെ ദാരികനില്ല. വാഴവെട്ട് അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ സങ്കല്പം മാത്രം. ദേവി അവിടെ 3 വലത്ത് വെച്ച് ദേവി എന്ത് ചെയ്യും, ഓടി വരുന്ന വഴിയിൽ മേലെ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് പോകാനൊരു ശ്രമം നടത്തും. ഭക്തജനങ്ങൾ പറയും അമ്മ പോകരുത്. കാരണം അവിടുത്തെ ഒരു വിശ്വാസം ഇത് 3 പടികൾ ചവിട്ടി മുകളിലേക്ക് എത്തിയാൽ പിന്നീട് ആ ദേവീ സങ്കല്പം അവിടെ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഭക്തജനങ്ങൾ ആർപ്പുവിളിയോടുകൂടി അമ്മയെ നൊന്ത് വിളിക്കുമ്പോൾ അമ്മ വീണ്ടും ഇറങ്ങി ആ ഗ്രൗണ്ടിൽ ആനന്ദ നൃത്തമാണ്. അതായത് ദാരികനെ കൊന്നു, തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിച്ചു. അവിടെ ആനന്ദ നൃത്തമാണ്. അതായത് ദേവി അവിടെ പേച്ചു നടത്തുകയാണ്. ഈ ആനന്ദ നൃത്തത്തിനൊടുവിൽ ഈ എടുക്കുന്ന ആള് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പിന്നെ വലിയ പാടാണ്. പക്ഷെ അദ്ദേഹം മനുഷ്യനാണല്ലേ, മനുഷ്യ ശരീരമാണ്. അദ്ദേഹം തളരും. അപ്പം സ്വാഭാവികമായും നിർബന്ധപൂർവ്വം ഇത് പിടിച്ചു വാങ്ങി അവിടെ ഒരുക്കിയിട്ടുള്ള തട്ടിലേക്ക് വെക്കുകയും പിന്നീട് 5 മണിയോടുകൂടി ഇത് ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഓണാട്ടുകരയിലെയും തെക്കൻ കേരളത്തിലെയും ആചാരങ്ങളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഏറ്റവും അധികം കണക്റ്റ് ആവുന്നത് ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്താണ്. ലോകത്തിൻ്റെ ഏത് കോണിലും എൻ്റെ 36 വയസ്സിനിടയിൽ ഒരു വർഷം മാത്രമാണ് എനിക്ക് തിരുമുടി എഴുന്നള്ളത്ത് കാണാൻ സാധിക്കാതെ പോയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പെരുമഴക്കാലം ഒരിക്കൽ ഈ തിരുമുടി എഴുന്നള്ളത്തിനെ മുടക്കി. വ്യക്തിപരമായ കാരണങ്ങൾ അക്കൊല്ലം അത് കാണാൻ പോകുന്നില്ല എന്നുള്ളതിന് എനിക്ക് വ്യക്തിപരമായ റീസൺസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ പുതിയ പുസ്തകം പൊന്നമ്മ എന്ന് പറഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്ന പുസ്തകം അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് മേലിലയിൽ കുടികൊള്ളുന്ന ഭദ്രകാളിയുടെ ചരിത്രവും എൻ്റെ വ്യക്തിപരമായ കാരണങ്ങളും ഒക്കെ കഥാരൂപേണ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് തിരുവനന്തപുരം, ഈ കൊല്ലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകണം. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഉത്സവമാണ് കുംഭമാസത്തിലെ പൂരത്തിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല. ലോകത്തെ മുഴുവൻ സ്ത്രീകളും ഇപ്പോൾ ആറ്റുകാലിൽ പൊങ്കാല നടക്കുന്ന അതേസമയം അമേരിക്കയിൽ പോലും ആറ്റുകാലാണെന്ന് സങ്കല്പിച്ച് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ചരിത്രം. അതേ സമയത്ത് തന്നെ മേലിലയിലും എൻ്റെ ക്ഷേത്രത്തിലും പൊങ്കാല സമർപ്പണം നടക്കുന്നുണ്ട്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല ആണ് തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയ ഉത്സവം. അത് നമുക്കറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, ആചാരപരമായ ഉത്സവങ്ങൾ, അങ്ങനെ ഒട്ടനവധി ഉത്സവങ്ങൾ കാണാം. പക്ഷേ ഇവിടുത്തെ ഇനി മനുഷ്യാദാനവും കൂട്ടായ്മയും ഒക്കെ ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്ന ഉത്സവങ്ങൾ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓണാട്ടുകരയിൽ. ഓണാട്ടുകരയിലെ എല്ലാ കെട്ടുത്സവങ്ങൾക്കും ഇപ്പോൾ ലക്ഷങ്ങൾ പൊടിച്ചിട്ടുള്ള കെട്ടുത്സവങ്ങളാണ് നടക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് കോട്ടയത്തുമുണ്ട് കേട്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഭഗവാൻ എഴുന്നള്ളുന്ന രീതികൾ മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ മേലില ക്ഷേത്രത്തെ സംബന്ധിച്ചോളം മേളിൽ കുടികൊള്ളുന്ന ഭഗവതി പുറത്തെഴുന്നള്ളുന്നുണ്ട്. ആ ആനപ്പുറത്തോ അല്ലെങ്കിൽ ശാന്തി ചേർത്ത് പിടിച്ചോ വിഗ്രഹത്തിലാണ് എഴുന്നള്ളുന്നത്. ഇവിടെ തിരുമുടിയായി ഇങ്ങനെ എഴുന്നള്ളുന്നു. അപ്പോൾ മറ്റിടങ്ങളിലൊക്കെ തലക്കെട്ടിൽ ശിരസിൽ തിടമ്പിലേറി ആനപ്പുറത്തേറി നാട് കാണാൻ പോകുന്ന സങ്കല്പങ്ങൾ. ഈ കുമരഞ്ചിറയിൽ തന്നെ 14 കരകളാണ് കുമരഞ്ചിറ. ഞാൻ നേരത്തെ പറഞ്ഞ കുമരഞ്ചിറ ക്ഷേത്രത്തിൽ അവിടെ ഈ 14 കരയിലും പറയെടുക്കാൻ പോകും. മാസങ്ങൾക്ക് മുമ്പേ ദേവി പുറത്തെഴുന്നള്ളും. ഈ പറയപ്പെടുന്ന ജീവിതയിൽ പുറത്തെഴുന്നള്ളി പല കരകളിൽ പോയി എല്ലാ വീടുകൾ ഒരു നിശ്ചിത സ്ഥലങ്ങളിലൂടെ പറയെടുക്കും. ഈ പറ കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഒന്ന് പറയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ താലപ്പൊലി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ 14 കരകളിലും താലപ്പൊലി ഒരുക്കി ഭഗവതിയുടെ ഇത് ക്ഷണിക്കും. അത് അന്ന് കൊടയും നാന്തകവും മാത്രമേ വരുള്ളൂ. അതിൽ എൻ്റെ മറ്റൊരു അഭിമാനപരമായ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ കുമരഞ്ചിറ ദേവി പുറത്തെഴുന്നള്ളുമ്പോൾ മറ്റൊരു ശ്രീകോവിലിനുള്ളിൽ ഈ നാന്തകവും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ജീവിതയും കയറ്റി വെച്ച് പൂജ ചെയ്യുമെങ്കിൽ അതെൻ്റെ കുടുംബക്ഷേത്രത്തിലാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷേത്രത്തിലാണ്. ആലത്തൂർ ഭഗവതി എന്ന് പറയും. അപ്പം കുമരഞ്ചിറ ദേവിയുടെ അനിയത്തിയാണ് ആലത്തൂർ ഭഗവതി എന്നാണ് വിശ്വാസം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊക്കെ ഈ ഒരു കുംഭമാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പരിപാടിയും പിടിക്കില്ല എന്നുള്ളതാണ്. ഇതാണ് ജോലി രാജിവെക്കുമായിരുന്നു. ഞാൻ പണ്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ജോലി രാജിവെക്കുന്ന ഉത്സവം വന്നപ്പോഴാണ് ജോലി രാജിവെക്കും. നീ വന്നില്ല രാജിവെക്കുക. ഇപ്പൊ നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ 28-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എന്നെ പിടിച്ചാൽ കിട്ടൂല. ഞാൻ നാട്ടിലാണ്. ഇനി എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, എൻ്റെ ആഘോഷത്തിന്റെ ഭാഗമാണ്. പിന്നെ ഉത്സവങ്ങൾക്കൊക്കെ തല്ലും പിടിയൊക്കെ ഉണ്ടാവും.
അത് രസകരമാണ് ഈ ഗാനമേളയൊക്കെ വെച്ചിട്ട്. അപ്പൊ ഈ ചില ഇടയ്ക്ക് കമ്മിറ്റി മാറി ചെറുപ്പക്കാരില്ലാത്ത കമ്മിറ്റിയൊക്കെ വരുമ്പോൾ ഇവർ ഗാനമേളയൊന്നും വെക്കൂല, ഇവർ കഥകളി ഓട്ടംതുള്ളല് ഇങ്ങനെയുള്ള അതിനകത്തൊരു സുഖകരമായ കാര്യമുണ്ട്. അപ്പം ചിലര് ചില സമയങ്ങളിൽ ഈ വർഗീയത കുത്തിവെക്കാൻ, വർഗീയതയുടെ പുറത്തല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയമില്ല. ഈ അമ്പലങ്ങളിലെ കാര്യം രാഷ്ട്രീയമുണ്ട്, ഇങ്ങനൊരു ആവശ്യം വന്നാൽ രാഷ്ട്രീയമായ ഒറ്റക്കെട്ടാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞു, ഞാൻ സമിതിയിലിരിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ ആയിട്ടാണ് സമിതി വരിക. CPM-ൻ്റെ എത്ര പേര്, കോൺഗ്രസിൻ്റെ എത്ര പേര്, BJP-യുടെ എത്ര പേര്. പക്ഷേ അതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി പ്രശ്നം ഉണ്ടെങ്കിലും നാട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും രഹസ്യമായി പറഞ്ഞു തീർക്കുന്നത് ഈ അമ്പല കമ്മിറ്റികളിലാണ്. ഇവർ കൂടിയിരുന്നിട്ടാണ്. കാര്യം എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, ഇവർ ഒന്നിക്കുന്ന ഇടമാണ് അമ്പലം. അതൊരു മറ്റൊരു കൾച്ചർ. അത് ഞങ്ങളുടെ നാടിനെ കുറിച്ച് എല്ലാവരും പുറത്തു പറഞ്ഞത് അവിടെ ഇനി എന്ത് പ്രശ്നം വന്നാലും അവിടെ അമ്പലത്തിന്റെ ഒരു കാര്യമോ നാടിന്റെ ഒരു കാര്യമോ ഇവന്മാർ ഒറ്റക്കെട്ടാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. അത് നല്ല സന്ദേശമല്ലേ കൊടുക്കുന്നത്. ഓരോ നാട്ടിൽ വെറുതെ രാഷ്ട്രീയത്തിന് അമ്പലത്തിൽ വന്ന് ഗണഗീതം പാടി അമ്പലത്തിൽ വന്ന് സിന്ദാബാദ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാട്ടി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ പുതിയ തലമുറ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇത്തരത്തിലേക്ക് ഐക്യം വന്നു എന്നുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് ഈ ഘോഷയാത്ര ഇതിനോടൊക്കെ താല്പര്യമുള്ളൂ, ഗാനമേള ഇതിനോടൊക്കെ. പക്ഷേ ആ പുതിയ തലമുറയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ ആചാരപരമായ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം മൊത്തത്തിൽ ഇതൊരു ഒരു സന്തോഷത്തിന്റെ കാലമാണ്. വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ്, നാന്തകം എഴുന്നള്ളിപ്പ്, ഒരു നാടിന്റെ തന്നെ ഒരു ഉത്സവമാണ് ഉറപ്പായിട്ടും. ഇപ്പം ചിത്രയുടെ നാട് തൃപ്പൂണിത്തുറയാണ്. പൂർണ്ണത്രേശന്റെ ഉത്സവം നമുക്കറിയാം. നല്ല ആനകളെ കാണാൻ നമ്മളൊക്കെ ഓടി വരുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ. നല്ല മേളം കേൾക്കാൻ ഓടി വരുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ആചാരപരമായ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്ന ഉത്സവമാണ് തൃപ്പൂണിത്തുറ. അത്തരത്തിൽ ഓരോ നാടിന്റെയും സംസ്കാരത്തിനനുസരിച്ച് രീതികൾ മാറും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ തെക്കൻ കേരളത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് ബീവറേജസ് കോർപ്പറേഷൻ ആണ്. അതില്ലാത്ത ഉത്സവങ്ങളില്ല. സന്ധ്യ സമയങ്ങളിലാണ്. സന്ധ്യ ഒന്നല്ല, സ്വാഭാവികമായിട്ടും എല്ലാ ഉത്സവങ്ങൾക്കും അതൊരു മാൻഡേറ്ററി സാധനമാണ്. പക്ഷെ ഇനി ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ ഈ മദ്യപിച്ചിട്ട് ഉത്സവം കൂടുന്ന ഒരുപാട് പേരുണ്ട്. ഇനി എത്ര അടിച്ചിട്ട് ഫിറ്റ് ആയാലും ഈ കുംഭമാസത്തിലെ ഉത്തരത്തിന് രാത്രി ഒരു 1 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അലാറം വെച്ച പോലെ എഴുന്നേറ്റ് തലയിൽ കൂടെ വെള്ളം കുരിച്ച് കുളിച്ച് കുട്ടപ്പനാക്കി അവിടെ കാണും. കാര്യം അമ്മ എഴുന്നള്ളത്. ഞങ്ങളുടെ ഒരു വർഷത്തെ 365 ദിവസം ഞങ്ങൾ കാത്തിരിക്കുന്നത് അമ്മയുടെ പുറത്ത് എഴുന്നള്ളിപ്പിന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ഓരോ നാട്ടിലെയും വിശ്വാസങ്ങൾ, നൊസ്റ്റാൾജിയ ഒക്കെയാണ്.